വ്യാജ മേൽവിലാസം ഉണ്ടാക്കുക, എന്നിട്ട് ആ വ്യാജ മേൽവിലാസത്തിലൂടെ വാഹനങ്ങൾ പോണ്ടിച്ചേരി അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി രജിസ്ട്രേഷൻ നടത്തുക, അതിനുശേഷം ആ വാഹനം ഉപയോഗിക്കുക. ഇത് കേട്ടുകേൾവി ഉള്ളതാണ്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം പലതരത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വാർത്തയിലേക്ക് വരുന്നത് തന്നെ, ഈ വീഡിയോയിലേക്ക് വരുന്നത് തന്നെ. അതായത് ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ, നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഭാര്യയുടെ കാറിന്റെ പേരിലുള്ള ഉടമസ്ഥത അവകാശം ആർക്കാണ്, ആ കാർ ആരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം റോജിയം ജോൺ നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിലെ കമ്പനിയുടെ പേരിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കാർ, അതിനുശേഷം മന്ത്രിയുടെ ഭാര്യ പുതുച്ചേരി വിലാസത്തിൽ വാങ്ങി അവിടെ രണ്ടാം ഉടമയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. ഇനി മറ്റൊന്ന്, പിന്നീട് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതേ കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയപ്പോൾ രേഖകളിലൊക്കെ ഈ ആദ്യ ഉടമയായിട്ടുള്ള മഹാരാഷ്ട്ര ഉടമസ്ഥൻ ഇല്ല. പകരം ആ ഉടമയ്ക്ക് പകരമുണ്ടായത് ഈ പറയുന്ന രണ്ടാമത്തെ ഉടമസ്ഥയായിട്ടുള്ള നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുനലൂരിന്റെ RTO ഓഫീസിനകത്ത് 2018 KL 25L0012 എന്ന് പറയുന്ന പേരിൽ ഒരു ആഡംബര കാർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയിലാകുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥ ആരാണ് എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. അതായത് ഒന്നാമത്തെ ഉടമസ്ഥയായിട്ട് ഇവർ മാറുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: റീ രജിസ്ട്രേഷൻ ആണോ നടത്തിയത്, അല്ലെങ്കിൽ പുതിയ വാഹനമാണോ ഉണ്ടായത്, മുൻപ് എവിടെയെല്ലാം ആരുടെയെല്ലാം പേരിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നു? ഇതാണ് ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ പുതുച്ചേരിയിലും പുനലൂരിലും രജിസ്റ്റർ ചെയ്ത് ഒരേ ആളിന്റെ പേരിലാണോ എന്ന് കൂടിയുള്ള ചോദ്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഉടമസ്ഥൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പക്ഷേ രണ്ടാമത് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് പുനലൂരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരാളില്ല എന്നതാണ്. പുതുച്ചേരിയിൽ രണ്ടാമതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മുടെ KB ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിലേക്ക് ആ വാഹനം. ഒന്നാമത്തെ ഓണറുടെ പേരില്ല, പേര് രണ്ടാമത്തെ സ്ഥലത്തില്ല. മൂന്നാമത്തെ സ്ഥലത്ത് വരുമ്പോൾ, അതായത് പുനലൂരിലേക്ക് വരുമ്പോൾ ആ പേരിന് പകരം ഒന്നാമത്തെ പേര്, ആദ്യത്തെ ഓണർ എന്നുള്ള പേരിലേക്ക് ഈ KB ഗണേഷ് ഒന്നാമത്തെ ഓണറിന്റെ പേരുണ്ട്. ഇല്ല, അതില്ല. പക്ഷെ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു, പുനലൂരിൽ വരുമ്പോൾ അതുണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ ഇത് റീ രജിസ്ട്രേഷൻ ആണോ അല്ലെങ്കിൽ ഇത് പുതിയ വാഹനമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് 2018 നടന്ന സംഭവമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോ ഈ ചോദ്യങ്ങൾ ശ്രദ്ധയപ്പെടുമ്പോൾ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇത്തരത്തിൽ വ്യാജ വിലാസത്തിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് തന്നെയാണോ മന്ത്രിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്ത് തോന്നുന്നു, ഇങ്ങനെ വ്യാജ വിലാസത്തിലൊക്കെ വാഹനങ്ങൾ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്തി? ഈ പറയുന്നത് എന്താണ്, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. ഏകദേശം 2010-16 കാലയളവിൽ 2 ആഡംബര കാറുകൾ സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു. അതിന് ഏകദേശം സംസ്ഥാനത്തിന് ഏകദേശം ഒരു 30 ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടായ ഏടാകൂടങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതൊക്കെയാണ് നമ്മൾ കണ്ട കാഴ്ചയാണ്. ആ നിലപാടിലേക്ക്, രജിസ്റ്റർ ചെയ്യുന്ന ആ നിലപാടിലേക്ക് അല്ലെങ്കിൽ കേസിലേക്ക് തന്നെ ഇതും പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്ത് തോന്നുന്നു? ഇതിനപ്പുറം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ മന്ത്രിയായിരിക്കുന്ന ആളാണ്, മാതൃക കാണിക്കേണ്ട ആളാണ് ഇക്കാര്യത്തിൽ. അദ്ദേഹം തന്നെ നിയമലംഘനം നടത്തുകയാണ്, അദ്ദേഹത്തിന്റെ വകുപ്പിനോട് നീതികേട് കാണിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഗോപ ഒന്നാമത്തെ ഓണറുടെ പേര് വെളിപ്പെടുത്താത്ത സ്ഥിതിക്ക് ഞാൻ വ്യക്തമായും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ സംശയിക്കുന്നു ഇത് ഭൂട്ടാനിൽ നിന്ന് വന്ന കാറായിരിക്കും. ഭൂട്ടാനിൽ നിന്ന് സിനിമാ നടന്മാർ ധാരാളമായിട്ട് കാർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആ കാറുകൾ കോയമ്പത്തൂരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യൻ കാറുകളായി കൊണ്ട് നടക്കുന്നു. അതിപ്പോൾ ED പിടികൂടിയിട്ടുണ്ട്, കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട്. പലരുടെയും കാറുകൾ ഇന്ന് അവരുടെ കസ്റ്റഡിയിലുമാണ്, കേസുകൾ നടക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആഡംബര കാറാണിതെന്ന് ഞാൻ സംശയിക്കുന്നത്. ഏത് മേക്കാണ് കാർ എന്നറിയാം? അത് പറഞ്ഞിട്ടില്ല. 2018 ഇത് നമുക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. പട്ടാളക്കാരുടെ കാറുകൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. പട്ടാളക്കാരുടെ കാറുകളാണ് ഇങ്ങനെ വിക്രയം ചെയ്യപ്പെടുന്നത്. ആ പട്ടാളക്കാരുടെ പേരുള്ളത് കൊണ്ടായിരിക്കണം ഇതിലെ ആദ്യത്തെ ഉടമയുടെ പേര് പറയാതിരിക്കുന്നത്. രാജ്യത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹം. പട്ടാളക്കാരുടെ പേരിലാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. വരുന്നത് അന്യരാജ്യമായിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള മറ്റൊരു രാജ്യമായ ഭൂട്ടാനിൽ നിന്ന്
കാരണം എന്താ, അവിടെ ടാക്സിന് നല്ലപോലെ ഇളവുണ്ട്. ഈ ആഡംബരക്കാർ ഇത്രയും വലിയതൊക്കെ വാങ്ങിക്കാം, പക്ഷെ ടാക്സ് മര്യാദയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് സാമ്പത്തികമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അതിൽ വരുന്ന ഒരു കേസാണ് ഇത്, ഫെറായിൽ വരുന്ന ഒരു കേസാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ റുപ്പിയ അല്ല ഇവിടുത്തെ റുപ്പിയ, അതിൽ വലിയ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ദുൽഖർ റഹ്മാന്റെ ഒക്കെ കാറിന്റെ കേസിൽ കുഴൽപ്പണം, കള്ളപ്പണം ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദുൽഖർ റഹ്മാന്റെ കേസ് അവർ പറയും, നമ്മൾ പറയുന്ന അല്ല ഇതൊന്നും, നമുക്കിതൊന്നും അറിയില്ല, നമ്മൾ പാവങ്ങള്. ഇപ്പൊ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നു മാത്രം. ഈ കാറെന്ന് പറയുന്നത്, വീടെന്ന് പറയുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഒരിടമല്ല, അവരുടെ സ്റ്റാറ്റസും അവരുടെ ആഡംബരവും കാണിക്കാനുള്ളതാണ്, പൊലിപ്പും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്വർണവും അതുപോലെ തന്നെ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതിന് ഇത്രയും വില കൂടുകയില്ലായിരുന്നു. സ്വർണം വില കൂടുമ്പോൾ ആളുകൾ ഈ പരിഭ്രാന്തരാകുന്ന എന്തിന്? സ്വർണം വേണ്ടെന്ന് ചോദിച്ചാൽ കല്യാണത്തിന്, പിന്നെ അല്ലാതെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ഈ അങ്ങേയറ്റത്തെ വില കൂടിയ കാറുകളൊക്കെ കൂടി 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 വന്നാണ് ഈ റോഡുകളിൽ ഗതാഗതം സംഭവിക്കുന്നത്. ഗതാഗത മന്ത്രി അറിയേണ്ട ഒരു കാര്യമാണത്. ചെറിയ കാറുകളിലേക്ക് തിരികെയാണ് വലിയ പണമുള്ള രാജ്യം, നമ്മളെക്കാൾ എത്രയോ സമ്പന്നമായ രാജ്യമായിട്ടുള്ള അമേരിക്ക. കാരണം എന്താണ്? തിരിക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ ചെറിയ കാറുകളാണ് സൗകര്യം. ഇത് റോഡ് മുഴുവൻ ലംബോർജിനും അങ്ങനെയുള്ള പല കാറുകൾ വന്നിട്ട്, അതുപോലെ ടാറ്റ ഇന്നോവ മോശമാണോ? അതൊന്ന് ഒരെണ്ണം കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ 2-4-5 ബൈക്കുകൾ പോകാനുള്ള സ്ഥലമാണ് നഷ്ടപ്പെടുന്നത്, 10 സൈക്കിൾ പോകാനുള്ള സ്ഥലമാണ് കാറിൽ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടൊന്ന് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ. വാസ്തവത്തിൽ ഈ ആഡംബരക്കാരാണ് നമ്മുടെ റോഡുകളെ ഇത്രയധികം കൺജസ്റ്റഡ് ആക്കി തീർക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ആഡംബരം അങ്ങോട്ട് മത്സരമാണ്, സ്റ്റാറ്റസ് കാണിക്കാനുള്ള മത്സരമാണ്. ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ലേ ആവശ്യത്തിന് കാറുകൾ വെറുതെ കെട്ടിക്കിടക്കുന്നു ഷോറൂമുകളിൽ. അതൊന്ന് വാങ്ങിച്ചാൽ പോരെ, നമ്മുടെ ആവശ്യം നടന്നു. അല്ല, അങ്ങേയറ്റത്തെ പകിട്ട് കാണിക്കണം. അതിനുള്ളൊരു മത്സരം എന്ന് പറഞ്ഞാൽ വലിയൊരു അശ്ലീലമാണ് പോകാൻ. നിയമപരമായിട്ട് തെറ്റല്ലായിരിക്കാം, പക്ഷെ ഇത് വന്നിട്ടുള്ള വഴി നിയമപരമല്ല, നിയമവിരുദ്ധമാണ്. ഉപ്പ് തിന്നവൻ മുഴുവൻ വെള്ളം കുടിക്കണം. ഗണേഷ് കുമാർ വാഹന മന്ത്രി, ഇത് രണ്ടും കൂടെ ചേർന്നാൽ മന്ത്രിയുമാണ് അദ്ദേഹം, സിനിമാ നടനുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണെങ്കിലും അദ്ദേഹമാണല്ലോ ഇതിന്റെ ഏർപ്പാടുകൾ. നമുക്ക് സ്വാഭാവിക ഭാര്യമാരല്ലല്ലോ ഈ ഏർപ്പാടുകൾ, ഭർത്താവുള്ളപ്പോൾ ഭാര്യമാരല്ലല്ലോ കാറിന്റെ ഏർപ്പാട് നടന്നു. ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഭർത്താവ് തന്നെ നമ്മുടെ രാജ്യം. അല്ലെങ്കിൽ തന്നെ വാങ്ങിക്കുമ്പോൾ ഇനി മഹാരാഷ്ട്രയിലെ കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചാലും അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചാലും അത് പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന നികുതി വെട്ടിപ്പ് തന്നെയാണ്. ഗ്രഹനാഥനായിട്ടുള്ള അദ്ദേഹം തന്നെയായിരിക്കും, KV ഗണേഷ് കുമാർ തന്നെയായിരിക്കും ഇതിന്റെ ഏർപ്പാട് നൽകുക. അവർക്ക് പണത്തിനൊരു പ്രയാസമില്ല. പെണ്ണ് എന്തിനായി വെട്ടിപ്പ് കാണിക്കുന്നത്, തട്ടിപ്പ് കാണിക്കുന്നത്? അല്ല, ഇതല്ലേ സുരേഷ് ഗോപി, ഇതിന്റെ ഒക്കെ രസം. ഇതല്ലേ സുരേഷ് ഗോപി കാണിച്ചത്? സുരേഷ് ഗോപി കാണിച്ചത് അതല്ലേ? സുരേഷ് ഗോപി അതിനുള്ള ഫൈൻ ഒടുക്കി ആ കേസ് തീർത്തല്ലോ. അതിനുള്ള ശിക്ഷ അദ്ദേഹം വാങ്ങിച്ചു. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് വലിയ ഒരു പിഴ കൊടുത്തു. ആ പിഴ അദ്ദേഹം കൊടുത്തു, ആ കേസ് കൊടുത്തു. അങ്ങനല്ലേ മത്സരിക്കാൻ പറ്റി തെരഞ്ഞെടുപ്പിൽ. ഇനി ഞാൻ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം വന്നു നിന്നിട്ട് റോഡില് തെരുവ് ഗുണ്ടയെ പോലെ ബസ് ഡ്രൈവർക്ക്, പാവപ്പെട്ട ID ആഡംബരക്കാർ ഒന്നും വാങ്ങിച്ചിട്ടില്ലാത്ത ആളാണ്, ട്രാൻസ്പോർട്ട് കൊണ്ട് കഴിഞ്ഞു പോകുന്ന മനുഷ്യനെ പരസ്യമായിട്ട് കയ്യും ചൂണ്ടി ചീത്ത പറഞ്ഞു. ഇയാൾ ആരാ? മാടമ്പിയും. മന്ത്രിയാണെങ്കിൽ മന്ത്രിപ്പണി ചെയ്യണം. അവിടെ പോലീസിന് അധികാരം, മന്ത്രി പോലീസിന്റെ അധികാരം ഒന്നും കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം മറ്റേതാണെന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ. ഈ രാജ്യത്തെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതല്ലേ ഈ സുപ്രീം, രാജ്യത്തിന്റെ സുപ്രീം അതോറിറ്റി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, പൗരനാണ്. നിങ്ങളെയൊക്കെ വോട്ട് തന്ന് ജയിപ്പിക്കുന്ന പൗരൻ. ആ പൗരന്റെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്. അത് പരസ്യമായിട്ടിട്ട് ചവിട്ടി മതിക്കുകയായിരുന്നു ഈ മനുഷ്യൻ. നിങ്ങൾക്ക് മാത്രമേ ഡിഗ്നിറ്റിയും ആഡംബരക്കാരും ആകാവുന്നതാണോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ഇട്ട്? എന്നിട്ട് പോട്ടെ, ഈ മേയർ ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറെ ഇട്ട് വഴിയിൽ തിരുവനന്തപുരം നഗരത്തിലിട്ട്, തലസ്ഥാന നഗരത്തിലിട്ട് അധിക്ഷേപിച്ചിട്ട് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ വലിയ മന്ത്രിയായിട്ടിരിക്കുന്നു. എന്നിട്ട് ഭാര്യയുടെ പേരിൽ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ മറുപടി നിയമസഭയിൽ പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ കാർ വാങ്ങിച്ചു കൊടുക്കുക. ഇതാണോ മാതൃക കാണിക്കാൻ? നിങ്ങൾ നല്ല മിടുക്കൻ മന്ത്രിയാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സമ്മതിക്കുന്നു. പക്ഷെ ആ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചറിയാമോ? അവൻ അയാൾക്ക് ദേഹാസ്വാസ്ഥ്യം വന്ന് തല കറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കി. ഇയാളെ പരുഷമായ വാക്കുകൾ കൊണ്ട് അയാൾ വെള്ളം കുടിക്കണം. ഡയബറ്റീസിന്റെ അസുഖമുണ്ട്, ഇടയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി കുപ്പി കൊണ്ടുവച്ചതാ. കുപ്പി എടുത്ത് റോഡിലോട്ട് ഇറങ്ങിയ കുറ്റമല്ലേ?
പിന്നെ പിന്നെ എവിടെ കൊണ്ട് കളയും ഇത്? വേസ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടോ KSRTC ബസ്സിൽ? അല്ല, ഇവരുടെയൊക്കെ ഈ മാടമ്പിത്തരം കാണിക്കേണ്ട ഇടങ്ങളായിട്ട് റോഡുകൾ മാറരുത്. അത് ഇനി എത്ര മന്ത്രിയല്ല, ഇനി ആരായിരുന്നാലും ശരി, പണത്തിന്റെ ഹുങ്ക് കാണിക്കാനുള്ള ഇടങ്ങളാകരുത് ഒരിക്കലും റോഡുകൾ എന്നുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പോൾ പോണ്ടിച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി അത് കേസ് തള്ളുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം അതിനനുസരിച്ചുള്ള പിഴയൊക്കെ ഈടാക്കി അദ്ദേഹം, അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള ശിക്ഷ ഇതിനകത്തും കിട്ടേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം ഈ നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് റോജിയം ജോൺ അടക്കമുള്ള അത്തരത്തിലുള്ള കാര്യം ഉന്നയിക്കുമ്പോഴും ഒരിക്കലും അതിന് തക്കതായ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. മറുപടി ഇല്ലെങ്കിൽ സഭയുടെ അവകാശ ലംഘനമാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, അദ്ദേഹം രാജിവെക്കണം. അല്ല, അതിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഈ പിണറായിക്ക് ഇതൊക്കെ എന്തെങ്കിലും പറയുന്നു തോന്നുന്നുണ്ടോ? ഈ എന്തെങ്കിലും ഈ മൗനം പാലിക്കുന്ന പിണറായിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നു? മൗനം തന്നെയാണ് തീർച്ചയായിട്ടും. ഈ ഗണേഷ് കുമാർ മന്ത്രി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ മന്ത്രിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമൊന്നും ഈ റോഡിലും ഇല്ല, ഈ നാട്ടിലുമില്ല. നമ്മൾ വ്യക്തികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, ഒരു പൗരൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മന്ത്രിക്കുമുള്ള പദവികൾ. ചില അവകാശങ്ങളും ചില റെസ്പോൺസിബിലിറ്റീസും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകാൻ കഴിയും. അല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ ഭരിക്കാൻ നിങ്ങൾ വീണ്ടും ശ്രമിച്ചാൽ നിങ്ങളുടെ വിധി എന്താണെന്ന് അവർ തന്നെ എഴുതും.